മണ്ഡലത്തിൽ മോദിയെ തീർത്തങ്ങ് ഒഴിവാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രചാരണം. തമാശയ്ക്ക് പറയുന്നതോ നടക്കാത്ത കാര്യമോ അല്ല. രാജ്യം മുഴുവൻ മോദി പരിവാർ കൊണ്ടാടുമ്പോഴും മോദി ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുമ്പോഴും മോദി ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിയുമ്പോഴും നാഗ്പൂരിൽ മാത്രം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രചാരണം. ഇങ്ങനെയും സംഭവിക്കുമോ എന്ന് ആലോചിച്ച് മൂക്കത്ത് വിരലും വെക്കേണ്ടതില്ല. മനഃപൂർവ്വം തന്നെ മോദിയെ അങ്ങ് ഒഴിവാക്കിയതാണ്. അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അത് നിതിൻ ഗഡ്കരി എന്ന ഒറ്റമുഖമാണ്. ഹൈവേ മുഖത്തിന് മുന്നിൽ മോദി ഗ്യാരണ്ടികൾ വേണ്ട എന്നാണ് ബി.ജെ.പിക്കാരുടെ ആവശ്യം. മോദിയേക്കാൾ നാഗ്പൂരിൽ വിശ്വാസ്യതയും വോട്ട് നേടുവാനുള്ള മുഖവുമാക്കി ബി.ജെ.പി അവതരിപ്പിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഹൈവേ മാനായ നിതിൻ ഗഡ്കരിയെ മാറ്റി നിർത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. മോദിയേക്കാൾ തരംഗമായി നിതിൻ ഗഡ്കരി തുടക്കം തൊട്ടേ മാറിയാൽ മോദിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കും എന്നുള്ളത് തന്നെയാണ് അതിനൊത്ത കാരണവും. നാഗ്പൂരിൽ ഗഡ്കരിയുടെ പോസ്റ്ററുകളോ ചിത്രങ്ങളോ ഒന്നുമില്ല എങ്കിലും പ്രചാരണ രംഗം കൊഴുപ്പിക്കാൻ മോദിയുടെ ആവശ്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഗഡ്കരി പറഞ്ഞു വെച്ചിട്ടുണ്ട് തന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ എവിടെയും പതിപ്പിക്കേണ്ടെന്ന്. അതിനു പിന്നിലെ കാരണം മോദി ചിത്രങ്ങളും വേണ്ട എന്നുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ മൂന്നാം ഊഴത്തിലേക്ക് മോദി കടക്കുമ്പോൾ ബി.ജെ.പി ഗ്യാരണ്ടി എന്നാണ് പരക്കെ കേൾക്കുന്നത്. എന്നാൽ ഈ പരിപ്പൊന്നും തൽക്കാലം എന്റെ മണ്ഡലത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് മോദിയെ തീർത്തങ്ങ് വെട്ടിമാറ്റിക്കൊണ്ടാണ് ഗഡ്കരി നീങ്ങുന്നത്. ഒപ്പം തന്നെ നാഗ്പൂരിലെ ബി.ജെ.പിക്കാരും ഇവിടെ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് കേൾക്കുന്നില്ല. പകരം ഗഡ്കരി എന്ന ഒരൊറ്റ വാക്ക് മാത്രം. പോസ്റ്ററുകളും ബാനറുകളും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ പ്രചാരണം. മണ്ഡലത്തിൽ 10 വർഷത്തിനിടെ 1 ലക്ഷം കോടി രൂപയുടെ വികസനമുണ്ടായെന്ന് ഗഡ്കരി അവകാശപ്പെടുന്നു. നഗരത്തിലെ മെട്രോ പാതയുടെയും റോഡിന്റെയും പാലത്തിന്റെയും രൂപത്തിൽ നേട്ടങ്ങൾ എണ്ണി നിരത്തുകയാണ്. 2.16 ലക്ഷം എന്ന ഭൂരിപക്ഷം ഇത്തവണ 5 ലക്ഷമാകുമെന്ന് ബി.ജെ.പി ക്യാമ്പ് അവകാശപ്പെടുന്നത്. എങ്കിലും RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ ഉറച്ച കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അത് തിരിച്ചു പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ അത്രയും കോൺഗ്രസും മെനയുന്നുണ്ട്. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിൽ പരാജയത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ പ്രചാരം കൊഴുപ്പിക്കുന്നത്. എന്തായാലും മോദി എന്ന തരംഗം ആ മുഖത്തെ ഗഡ്കരിക്ക് മുന്നിൽ ബി.ജെ.പി തന്നെ വെട്ടിമാറ്റി എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം.